ഗൈസ് ഞാനിപ്പോൾ സിംഗപ്പൂരിലുള്ള എങ്ങനെ ഇവിടെ വരെ വന്നതെന്നുള്ളത് പോയി കണ്ടിട്ട് പോവാം. അങ്ങനെ കേസ് നമ്മുടെ ബാഗേജ് ടാഗ് കിട്ടി. ഇനി ബാഗേജ് ഡ്രോപ്പ് ചെയ്യാം. നമ്മൾ ബാഗേജ് ഒക്കെ ഡ്രോപ്പ് ഓഫ് ചെയ്തു. ഇനി 2 hours ഉണ്ട്. 11:55 ഉള്ളൂ ഫ്ലൈറ്റ്. ഇനി സെക്യൂരിറ്റി സ്ക്രീനിങ് കഴിഞ്ഞ് ഞാൻ അകത്ത് കയറിയിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞു ഗൈസ്. പക്ഷേ യൂഷ്വൽ വലിയ റഷ് ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ ഇച്ചിരി ലൈക്ക് ടൈം എടുത്തു. ബിക്കോസ് എൻ്റെ ബാഗെല്ലാം അവർ അതിനകത്ത് ചെറിയ ചെറിയ ലിക്വിഡ്സൊക്കെ ഉള്ളതൊക്കെ എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഇച്ചിരി പിന്നെ ബെൽറ്റ് ഷൂസ് എല്ലാം ഊരിയ അങ്ങനെ കുറച്ച് ടൈം പോയി. അത്രേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പിന്നെ ഇവിടെ ഡ്യൂട്ടി ഫ്രീ ചുമ്മാ കറങ്ങി കഴിച്ച് കണക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഗൈസ്. ബട്ട് സ്റ്റിൽ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാമല്ലോ. കാശുള്ളവർക്ക് വാങ്ങാം. ബ്ലൂ ലേബിൾ, ഇത് ബ്ലൂ ലേബിളിൻ്റെ ഇതാണ്ട് പുതിയ എഡിഷനാണ് കേട്ടോ. ഇതിന് $700. ഇത് നോർമൽ ബ്ലൂ ലേബിൾ, അതിന് $479. പിന്നെ ആക്ച്വലി നമ്മൾ നാട്ടിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇവിടുന്ന് ലൈക്ക് US കാനഡയിൽ നിന്ന് പോകുന്നവർ ഇവിടുന്ന് ലിക്കറോ അല്ലെങ്കിൽ ചോക്ലേറ്റ്സോ എന്തായാലും ഡ്യൂട്ടി ഫ്രീ നിന്ന് വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ട്രാൻസിറ്റ് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഇവൻ നാട്ടിൽ നിന്ന് വാങ്ങുവാണെങ്കിലും ലാഭമായിരിക്കും. ബിക്കോസ് ഇവിടെ പിന്നെ അല്ലെങ്കിൽ ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങണം. അല്ലാതെ ലൈക്ക് GCC ട്രാൻസിറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ സിംഗപ്പൂർ ട്രാൻസിറ്റാണ് ചെയ്യുന്നത്. അവിടെയൊക്കെയാണ് ഇച്ചിരി കൂടെ റീസണബിളായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് പ്രൈസ് ആയിരിക്കും. പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇങ്ങനെ കണ്ടറിഞ്ഞ് നടക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഗേറ്റിലോട്ട് എനിക്കിനി ഒരു 1.5 hours കൂടെ ഉണ്ട്. ഞാൻ ഇത്ര നേരത്തെ സാറിന് വരുന്നതല്ലേ. പിന്നെ ഇത് ഇപ്പോൾ എയർ കാനഡയ്ക്ക് ഒരു പോളിസി ഉണ്ട്. ഈ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1.5 hours മുമ്പായിട്ട് തന്നെ നമ്മൾ ബാഗേജ് ഡ്രോപ്പ് ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പോകാനൊക്കത്തില്ല, അവർ ബാഗേജ് ആക്സെപ്റ്റ് ചെയ്യത്തില്ല. ഡൊമസ്റ്റിക് ആണെങ്കിൽ മിനിമം 1 hour. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ ഗേറ്റിലോട്ട് പോകാം ഗൈസ്. സീറ്റ് കിട്ടണം. ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആണ് എക്കോണമി. ബിസിനസ് ഒന്നും കിട്ടാൻ ചാൻസ് കുറവാണ്. ബിക്കോസ് ബിസിനസ് ഓൾറെഡി സോൾഡ് ഔട്ട് ആയെന്ന് തോന്നുന്നു. ആക്ച്വലി ഞാൻ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സൈഡിലോട്ടൊക്കെ ഞാൻ അങ്ങനെ അധികം വരാറില്ല. ഈ ഡ്യൂട്ടി ഫ്രീ ഒക്കെ ഒരുപാട് എക്സ്പാൻഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ലിക്കറിന് സെപ്പറേറ്റ്, കോസ്മെറ്റിക്സിന് സെപ്പറേറ്റ്, ഇതെനിക്ക് ഫുൾ പെർഫ്യൂമിൻ്റെ ഒരു സെക്ഷനാണ്. അപ്പോൾ ഒരുപാട് ഈ ഡ്യൂട്ടി ഫ്രീ സൈഡ് ഒരുപാട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, സെറ്റാക്കി ഗൈസ്. ചോക്ലേറ്റ്സിന് വേറൊരു സെപ്പറേറ്റ് സ്റ്റോർ അങ്ങനെയൊക്കെ ആക്കി. പിന്നെ ഇതെല്ലാം വലിയ വലിയ ബ്രാൻഡഡ് സ്റ്റോഴ്സാണ്. പെർഫ്യൂംസ്, ജ്യൂവൽസ്, ഡ്രസ്സ്, എല്ലാ ഐറ്റംസും ഉണ്ട്. വാച്ചസ്, കാർട്ടിയറിൻ്റെ വാച്ചസ്, ഒമേഗയുടെ വാച്ച്. ആദ്യം നമ്മുടെ ഗേറ്റ് ഒന്ന് കണ്ടുപിടിക്കുക. എനിക്ക് 58 ആണെന്ന് തോന്നുന്നു. നമ്മുടെ സിംഗപ്പൂർ AC-19 സിംഗപ്പൂർ ഗേറ്റ് ഡെൽറ്റ 58 റൈറ്റി. അപ്പോൾ നമുക്ക് ഗേറ്റിലോട്ട് പോകാം ഗൈസ്. എന്നാലും ഒത്തിരി ഏർലിയാണ്. ഞാൻ പിന്നെ ലോഞ്ച് ഒന്നും എടുക്കുന്നില്ല, ബിക്കോസ് അതിനുള്ള ടൈമൊന്നുമില്ല. ഇനി അവിടെ നമുക്ക് സിംഗപ്പൂർ ചെന്നിട്ട് നമുക്ക് ലോഞ്ചൊക്കെ എടുത്ത് ഷവറൊക്കെ എടുത്ത് സെറ്റാക്കാം. ഇവിടെ വെറുതെ ലോഞ്ച് എടുത്ത് നമുക്ക് നഷ്ടമാക്കണ്ട. അതിന് ചിലവൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നമുക്കൊരു ഇയറിൽ ഇത്ര ലോഞ്ച് യൂസ് ചെയ്യാനൊക്കെ ഉള്ളതെന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്താൽ മതി. വെയിറ്റിംഗ് ആണ് ഗൈസ്. സ്റ്റാഫിന് ഒരു 11 o'clock ആകുമ്പോഴേ അവർ സ്റ്റാഫിന് കൺഫേം ബോർഡിംഗ് പാസ് തരത്തുള്ളൂ. അപ്പോൾ കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. ആക്ച്വലി ഞാൻ നല്ല ടയേർഡാണ്. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ എമ്പുരാൻ മൂവി കണ്ടിട്ട് ഒരു 2 മണിക്കൂർ ഉറങ്ങിയുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് 12 hour ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഷിഫ്റ്റ് കഴിഞ്ഞ് നേരെ 5 മണിയായപ്പോൾ വീട്ടിൽ വന്ന് എല്ലാം പാക്കപ്പ് ചെയ്ത് അങ്ങ് ഇറങ്ങുമായിരുന്നു. ഉറങ്ങാനൊന്നുള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ യൂഷ്വലി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന തന്നെ ഷിഫ്റ്റ് എടുത്ത് നല്ലോണം ടയർഡായേ ഞാൻ കയറത്തുള്ളൂ. ബിക്കോസ് ഇത് ലോങ് ട്രാവലല്ലേ, അല്ലേ പിന്നെ ഉറങ്ങത്തില്ല. ഇതെങ്ങനെയല്ല, ഞാനിപ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-6 മണിക്കൂർ ജില്ലെന്ന് കിടന്നങ്ങ് ഉറങ്ങും കേസ്.
ഏതായാലും ഇനിയിപ്പോൾ നമ്മൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ആസ് എ സ്റ്റാഫ് നമ്മളത് വെയിറ്റ് ചെയ്തേ ഒക്കത്തുള്ളൂ. നമ്മൾ സ്റ്റാൻഡ് ബൈയിലാണ്. ഓൾമോസ്റ്റ് ഒരു 10 സ്റ്റാഫ്സ് ഉണ്ട്. അതിനകത്ത് എൻ്റെ നമ്പർ 3 ആണ്. കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. സ്റ്റാൻഡ് ബൈ ട്രാവൽ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ അഭയാർത്ഥികളുടെ കൂട്ട് ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ സീറ്റ് കൺഫേം ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാജാവാണ്. നമ്മുടെ ഫ്ലൈറ്റ് അവിടെ കിടപ്പുണ്ട് ഗൈസ്. ഇത് ഡ്രീം ലൈനറാണ്. ബോയിങ് 787 ഡ്രീം ലൈനർ. ലോഡിങ് അവർ ഫ്രണ്ട് കാർഗോ ഒക്കെ ലോഡ് ചെയ്ത് ബാക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിവിടെ ഈ ഗ്ലാസ് ഉള്ളതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. ഓൾറെഡി പുഷ് ബാക്കൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിൽ കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. അങ്ങനെ ഫൈനലി കൺഫേം ആയി. ബിസിനസ് ക്ലാസ് ഒന്നുമില്ല. ബിസിനസ് ക്ലാസ്സൊക്കെ സോൾഡ് ഔട്ടായി. നമുക്ക് എക്കോണമിയാണ്. കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു അയൽ സീറ്റ് തന്നെ വേണമെന്നുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ലോങ് ട്രാവൽ എടുക്കുമ്പോൾ ഈ വിൻഡോ സീറ്റ് എടുക്കാറില്ല. ബിക്കോസ് നമുക്കിടയ്ക്ക് വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ അല്ലെങ്കിൽ രണ്ടുപേരെ നമ്മൾ ബോദർ ചെയ്ത് വേണമല്ലോ ഇറങ്ങാൻ. അപ്പോൾ അയൽ സീറ്റ് തന്നു. എനിക്ക് തോന്നുന്നില്ല എൻ്റെ നടുക്കാരിലും ഉണ്ടെന്ന്. ഞാൻ നടുക്കാരെ ഇടല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, ഇടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇൻ കേസ് ആരിലും വലിഞ്ഞ് കയറി വരുമോ എന്നറിയത്തില്ല. അപ്പോൾ സെറ്റ് ഗൈസ്. എക്കോണമി ബിസിനസ് വാൻകൂവർ ടു സിംഗപ്പൂർ എക്കോണമി ക്ലാസ് എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. 16 hours ഫ്ലൈ ആണ് ഗൈസ്. അതിലൊരു 8 hours ഞാൻ കിടന്ന് ഉറങ്ങും. എനിക്ക് ഒട്ടും വയ്യ. ഞാൻ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞു പോവാം. അങ്ങനെ ഫൈനലി ബോർഡിങ് ഗൈസ്. നമ്മൾ കയറുകയാണ്. നമ്മൾ ലാസ്റ്റിൽ എക്കോണമിയാണ് കിട്ടിയത്. ബട്ട് സ്റ്റിൽ നമുക്കറിയാമായിരുന്നു എക്കോണമിയെ കിട്ടത്തുള്ളൂ. ബിസിനസ് ക്ലാസ് കിട്ടിയ ലോട്ടറി. പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും കംപ്ലയിൻറ്റ് ചെയ്യാനൊക്കത്തില്ല ഗൈസ്. നമ്മൾ 10 പൈസ ചിലവില്ലാതാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എനിവേസ് ഹാപ്പിയാണ് ഗൈസ്. കയറി എനിക്ക് തീരെ വയ്യ. എനിക്കങ്ങ് ഉറങ്ങണം. അവൻ ഉറക്കം വന്നിട്ട് വയ്യ. 2 ദിവസമായി ഉറങ്ങിയിട്ട് ഗൈസ്. പിന്നെ ഇനിയിപ്പോൾ ഇഷ്ടം പോലെ ഉറങ്ങാനുള്ള സമയമുണ്ട്. 16 hours. ഒരു 5 hours എനിക്ക് കിടന്നൊന്ന് ഉറങ്ങണം. കുഴപ്പമില്ല. എക്കോണമി സീറ്റാണ്. സെറ്റ് ഒരു അടിപൊളി എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഒരു പില്ലോ, ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്. അത്യാവശ്യം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വൈറ്റ് ബോഡി എയർക്രാഫ്റ്റ് അല്ലേ. പിന്നെ ഫ്ലൈറ്റ് അത്ര ഫുള്ളൊന്നുമല്ല. നമ്മുടെ എൻ്റെ ഇപ്പുറത്തെ സൈഡിലൊരു ആരും ഇരിപ്പില്ല. അങ്ങ് വിൻഡോ സൈഡിലൊരു ലേഡി ഇരിപ്പുണ്ട്. അതൊക്കെ സെറ്റാണ്. ഞാൻ നല്ല ടയർഡാണ്. ഇച്ചിരി ഒന്ന് ഉറങ്ങിയാലേ എനിക്ക് സെറ്റാകത്തുള്ളൂ. അപ്പോൾ ഇനിയൊരു ടേക്ക് ഓഫ് വരെ ഒന്ന് ഉറങ്ങി അപ്പോഴത്തേന് ഫുഡാകുമായിരിക്കും. ഫുഡാകുമ്പോൾ നമ്മൾ എന്തായാലും എണ്ണീക്കുമല്ലോ. സെറ്റ്. അപ്പോൾ ഇനി 16 hours ഫ്ലൈ ആണ്. സ്റ്റേ ട്യൂൺഡ്. ആക്ച്വലി വാൻകൂവറിൽ നിന്ന് വിട്ടത് ഞാൻ അറിഞ്ഞു പോലുമില്ല. അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഫുൾ ഉറക്കമായിരുന്നു. ഇപ്പോൾ 2 hours കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു. റൈസ് ചിക്കൻ, സാലഡ്, ബ്രൗണി, ഒരു ബ്രെഡ്. നല്ല ഫുഡാണ്. അപ്പോൾ ഫുഡും കഴിച്ചിട്ട് പിന്നെയും കുറച്ച് നേരം കൂടെ ഒന്ന് ഉറങ്ങണം. ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഫുഡ് കഴിച്ചിട്ടിരുന്നപ്പോൾ ഏതോ റാൻഡമായിട്ടൊന്നും ഫുഡ് കഴിച്ച് ഇനി ഒന്ന് ഉറങ്ങണം. ഒരു 2-3 hours ഉറങ്ങി കഴിഞ്ഞാൽ സെറ്റാകത്തുള്ളൂ. ഒരു വെള്ളമൊക്കെ കുടിച്ച്. അപ്പോൾ ഓക്കെ. 16 hours ഫ്ലൈ ആണ്. ലോങ് ഫ്ലൈ ആണ് കേസ്. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതൊരു 16 hours ഫ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ടൈമാണ്. പക്ഷേങ്കിൽ ഫ്ലൈറ്റ് അടുത്ത ആരും ഇരിപ്പില്ല. തൊട്ടപ്പുറത്തൊരു ലേഡിയുണ്ട്. പുള്ളിക്കാരി വിൻഡോ സീറ്റിലിരിക്കുന്നത്. ഫ്ലൈറ്റ് സീറ്റ്സ് അവൈലബിൾ ആണ്. വൈഡ് ഓപ്പൺ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 100 സീറ്റ്സോളം ഓപ്പൺ ആയിരുന്നു. സെറ്റ് കേസ്. അങ്ങനെ ഓൾമോസ്റ്റ് 9 hours ആയി. ഞാൻ അത്യാവശ്യം നല്ലോണം കിടന്ന് ഉറങ്ങി. ഇനിയിപ്പോൾ ഉറക്കമൊന്നുമില്ല. എന്തെങ്കിലും മൂവിയൊക്കെ കണ്ടോണ്ടിരിക്കാം. ഇടയ്ക്ക് വാഷ്റൂമിലൊന്നും വന്നതാണ്. വാഷ്റൂം അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ. ഇവിടെ സോപ്പ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ടോയ്ലറ്ററീസൊക്കെ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഫില്ല് ചെയ്യുമെന്ന് തോന്നുന്നു. സെറ്റ്. ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്നാക്കൊക്കെ കൊണ്ട് തരുന്നുണ്ട് ഗൈസ്. പിന്നെ ഇതിനകത്ത് മലയാളം മൂവീസ് ഒന്നുമില്ല. ഞാൻ കുറേ മലയാളം മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഐപാഡിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുന്നത്. ഞാനിപ്പോൾ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ടോവിനോടെ മൂവി കണ്ടുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഉറക്കമൊന്നുമില്ല. ഇനിയിപ്പോൾ മൂവിയൊക്കെ ആണ്. ഇനിയൊരു 8 hours കൂടെ ഉണ്ട്.
ഇതാണ് കേസ് ഫ്ലൈറ്റിൻ്റെ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം മൈക്രോവേവ് ആണ്. മൈക്രോവേവ് താഴെ കാണുന്നതൊക്കെ ഫുഡിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെയാണ്. ഇത് ബോയിങ്ങിൻ്റെ 787 ഡ്രീം ലൈനറായി ഫ്ലൈറ്റ്, വൈറ്റ് ബോഡി എയർക്രാഫ്റ്റ്. അങ്ങനെ ഗൈസ് ഇനി ഒരു 1 hour 45 minutes കൊണ്ട് നമ്മൾ സിംഗപ്പൂരിലെത്തും. ഒരു ലോങ് ഫ്ലൈ ആയിരുന്നു. പക്ഷേങ്കിൽ ഞാനൊട്ടും ടയർഡല്ല, കാരണം ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഇനിയും ഒരു മീലും കൂടെ ഉണ്ട്, അതുകൂടെ കഴിയുമ്പോഴത്തേനും നമ്മളങ്ങ് സെറ്റ്. പോർക്ക് ന്യൂഡിലാണ് എടുത്തത്. പോർക്ക് ന്യൂഡിലും ഓംലെറ്റും ഉണ്ടായിരുന്നു. ഇത് ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ഒരു ബണ്ണുണ്ട്, ബട്ടറുണ്ട്. നോക്കട്ടെ എങ്ങനെ ഉണ്ട് പോർക്ക് ന്യൂഡിൽ. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇത് ഫസ്റ്റ് ടൈമാണ് പോർക്ക് ന്യൂഡിൽ. Bye-bye. Thank you. Thank you. Bye. Thank you. Bye. Welcome to Singapore. പിന്നെ നേരെ വെളിയിലോട്ടിറങ്ങി നോക്കട്ടെ കേസ് എന്തൊക്കെയാണ് സംഭവം. ടെർമിനലിൽ ചേഞ്ച് ചെയ്യണം. ആദ്യമേ ബാഗേജ് പിക്കപ്പ് ചെയ്യണം, കാരസൽ 32. അപ്പോൾ ഇവിടെ വരും തന്നെ വലിയൊരു സ്ക്രീനുണ്ട്. ഇവിടെ നോക്കി നമ്മുടെ നെക്സ്റ്റ് കണക്ഷൻ ഫ്ലൈറ്റ് കണ്ടുപിടിക്കണം. ഇത് ആക്ച്വലി ഒരു വലിയ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എയർലൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് പ്രോപ്പർലി അതിൻ്റെ ഗേറ്റ് ചെക്ക് ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകാവും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ഒരുപാട് നടക്കാനുമുണ്ട്. എനിക്കിപ്പോൾ ഏതായാലും ഇവിടെ ഇറങ്ങണം. അപ്പോൾ എനിക്ക് കണക്ഷനല്ല, എനിക്ക് അടുത്ത ഫ്ലൈറ്റ് വീണ്ടും അടുത്ത ബാഗ് എടുത്ത് പിന്നെ ചെക്ക് ഇൻ ചെയ്യണം. ഞാനേതായാലും ഇവിടെ നിന്ന് അധികം തിരിഞ്ഞ് കളിക്കുന്നില്ല കേസ്, അധികം സമയമില്ല. എനിക്കൊരു 10 hours ഉണ്ട് ഇവിടെ. അത് വേണേൽ എനിക്ക് നേരത്തെയുള്ള ഫ്ലൈറ്റ് കയറിപ്പോം. പക്ഷേങ്കിൽ അത് ഡയറക്റ്റ് കൊച്ചി അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഒന്നും എയർ ഇന്ത്യ ഒന്നും ഫ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് സിംഗപ്പൂർ എയർലൈൻ തന്നെയാണ്, അത് വൈകിട്ടേ ഉള്ളൂ. അപ്പോൾ അതുവരെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ഇവിടെ ആക്ച്വലി ഒരു ഫ്രീ എയർപോർട്ട് ടൂർ, സിറ്റി ടൂറുണ്ട്. എയർപോർട്ടും സിംഗപ്പൂർ എയർലൈനും കൂടെ ചേർന്ന് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും നോക്കാം ആദ്യം എങ്ങനെയുണ്ട്, അത് നമുക്ക് ആക്സസ് ചെയ്യാൻ ഒക്കുമോ. ഗൈസ് ഞാൻ വന്നിറങ്ങിയത് ടെർമിനൽ 2 ആണ്. നെക്സ്റ്റ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്യാൻ ഇവിടെ ട്രെയിനുണ്ട്, ബസ്സുണ്ട്. അല്ലാതെ സിറ്റിയിലോട്ട് കണക്ട് ചെയ്യാനും ട്രെയിനുണ്ട്. ആക്ച്വലി ഇതൊരു കിട്ടിലൻ എയർപോർട്ടാണ്. ഈ എയർപോർട്ട് തന്നെ ഞാൻ ഒരുപാട് വ്ളോഗ്സിൽ കണ്ടിട്ടുണ്ട്. കിട്ടിലൻ എയർപോർട്ടാണ്. എയർപോർട്ടിൽ തന്നെ കാണാൻ ഒത്തിരിയുണ്ട്. നല്ല വെൽ ഓർഗനൈസ്ഡുമാണ്. ഏതായാലും ഞാൻ ആദ്യം വെളിയിലൊന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ബാഗേജ് പിക്ക് ചെയ്തിട്ട് എനിക്ക് പിന്നെ ആക്ച്വലി ടെർമിനൽ ചേഞ്ച് ചെയ്ത് എൻ്റെ അടുത്ത ഫ്ലൈറ്റിന് നേരത്തെ കൊണ്ട് ബാഗ് ചെക്ക് ഇൻ ചെയ്യാൻ ഒക്കുമെന്ന് നോക്കണം. അല്ലെങ്കിൽ ഞാൻ ഈ ബാഗും ചോന്നുകൊണ്ട് നടക്കണ്ടേ, അതാകെ വള്ളിയാകും ഗൈസ്. കിട്ടിലൻ എയർപോർട്ടാണ്. ഈ ഒരു രക്ഷയില്ല. പോളി രണ്ട് ഇതിനകത്ത് തന്നെ ഒരു ഫുൾ ഗാർഡനൊക്കെ. ഒന്നും അല്ല, ഇതിനകത്ത് ജുവൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതാണ് ഗൈസ് സെറ്റ്. അതെന്തായാലും അങ്ങോട്ട് പോകണം. ആദ്യം എനിക്കിതിന് വെളിയിലൊന്ന് ഇറങ്ങി സിംഗപ്പൂർ നമ്മൾ കാല് കുത്തണമല്ലോ. സിംഗപ്പൂർ വന്ന സ്ഥിതിക്ക് നമ്മളിവിടെ ഇറങ്ങണമല്ലോ. അപ്പോൾ ഇതിനിവിടെ എയർപോർട്ടിൻ്റെ ഒരു ഫ്രീ ടൂറുണ്ട്. അതെനിക്ക് ആക്സസ് ചെയ്യാൻ ഒക്കുമെന്ന് അറിയത്തില്ല. ബിക്കോസ് ഞാൻ എംപ്ലോയി ട്രാവലിലായതുകൊണ്ട് എനിക്കത് ആക്സസ് ചെയ്യാൻ ഒക്കുമെന്ന് അറിയത്തില്ല. ഏതായാലും പോയി അവരുടെ കൈയും കാലും പിടിച്ച് നോക്കാം, സാഷ്ടാംഗം നമിച്ച് നോക്കാം. അങ്ങനെ ഇമിഗ്രേഷൻ്റെ അവിടെ എത്തി. ഇവിടെ സിംഗപ്പൂർ സിറ്റിസൻസിന് ഒരു ലൈന്, വിസിറ്റേഴ്സിന് വേറൊരു ലൈന്. ഇവിടെ പക്ഷേ അറൈവൽ കാർഡെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അതിന് എനിക്കൊന്ന് എന്തോ ഒരു ഫില്ല് ചെയ്യണം. അത് ഐപാഡിൽ എന്തോ ഫില്ല് ചെയ്യണം. അത് ചെയ്യട്ടെ ഗൈസ്. അതപ്പോൾ എനിക്കൊന്ന് വിസിറ്റേഴ്സിന് മാത്രമാണ്, ഇവിടുത്തെ റെസിഡൻസിന് വേണ്ട. അപ്പോൾ അതൊന്ന് ആദ്യം ചെയ്യട്ടെ. ഗൈസ് ഒന്നും പറയാനില്ല, ഇത്രയും ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടൊരു എയർപോർട്ട് എൻ്റെ ഇത്രയും നാൾ ട്രാവൽ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആക്ച്വലി ഞാൻ വിചാരിച്ചു ദുബായ്, ഖത്തറായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എയർപോർട്ട്. പക്ഷേ ഖത്തറൊന്നും ഒന്നുമല്ല കേസ്. ഇവിടെ നമ്മളൊരു ഇമിഗ്രേഷൻ, ഞാൻ ആദ്യമായിട്ട് ഇവിടെ ലാൻഡ് ചെയ്യുന്നത്.
അപ്പോൾ ഒരു ഇമിഗ്രേഷൻ ഓഫീസറെ കാണുക ഒന്നും വേണ്ട, എല്ലാം നമ്മൾ ആദ്യം വരുന്നുണ്ടെങ്കിൽ അറൈവൽ ഫോമുണ്ട്. അത് നമ്മൾ ഞാൻ പറഞ്ഞില്ല, ആദ്യം ഒരു ഐപാഡിൻ്റെ സംഭവം കാണിച്ചില്ല, അവിടെ ക്യൂ നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ ഓഫീസർ എന്നോട് വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. യൂഷ്വലി അവിടെ അങ്ങനെ ഇമിഗ്രേഷൻ സൈഡിലൊക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പടപ്പം തെറി കേൾക്കുന്നത്. പക്ഷേ പുള്ളി എന്നോട് പറഞ്ഞു അങ്ങനെ വീഡിയോ എടുത്തതിനൊന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു അവിടെ ഒരു ബാർകോഡുണ്ട്, അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ തന്നെ അറൈവൽ ഫോം ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഫോണിൽ തന്നെ ഫില്ല് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. പിന്നൊന്നുമില്ല, നമ്മൾ ഓഫീസറൊന്നും കാണുന്നില്ല, ഫുള്ള് ഗേറ്റ്സാണ്. നമ്മൾ നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യുന്നതും പാസ്പോർട്ട് സ്കാൻ ചെയ്യുന്നതും ഇംപ്രഷൻ എടുക്കുന്നതെല്ലാം ഗേറ്റാണ്. വേറെ തന്നെ വൈബ്. ഇനിയിപ്പോൾ നമ്മുടെ പെട്ടി എടുക്കുക, നമ്മൾ ഇവിടുന്ന് ടെർമിനലിൽ ചേഞ്ച് ചെയ്യണം. എന്നിട്ട് ഞാൻ നോക്കട്ടെ ഇവിടെ വെളിയിൽ ഇറങ്ങാനുള്ള പരിപാടി എന്താണെന്ന് നോക്കട്ടെ. ആദ്യം എൻ്റെ ബാഗേജ് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് വെക്കാനുള്ളൊരു സൗകര്യം ഉണ്ടോ എന്ന് നോക്കട്ടെ. എൻ്റെ അവിടെ ബാഗാന്ന് തോന്നുന്നു. ആ പോകുന്നു ഗൈസ്, ആദ്യമേ വന്നല്ലോ. ഇതാ നമ്മുടെ എയർ കാനഡ ബാഗ്. അതും വേറൊരു വൈബ് ഗൈസ്. ഇത്രയും പെട്ടെന്നൊരു ബാഗ്, അതും എക്കോണമി പാസഞ്ചറിൻ്റെ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. എപ്പോഴും ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ നമ്മുടെ പേര് ഈ ഇത് ചെക്ക് ചെയ്യണം. കാരണം നമ്മുടെ കൂട്ടുള്ള ബാഗ് വേറെയും കാണും, പക്ഷേ നമ്മുടെ പേരുള്ള ആ ഒരൊറ്റ ബാഗേ കാണത്തുള്ളൂ. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ടെർമിനലിൽ ചേഞ്ച് ചെയ്യാം. എനിക്കിനി ടെർമിനൽ 3 പോകണം. ഇവിടെ ഇപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാൾ വന്നാൽ പോലും ഒരിക്കലും ലോസ്റ്റ് ആകത്തില്ല കേസ്. എനിക്കിപ്പോൾ പോകേണ്ടത് ടെർമിനൽ 3 സ്കൈ ട്രെയിൻ എടുത്ത്. അത് കണ്ടില്ലേ, പ്രോപ്പർ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. അതേസമയം ദുബായ് എയർപോർട്ടൊക്കെ അത്രയും വലുതാണെന്ന് പറഞ്ഞാൽ, ഈവൻ ലൈക്ക് വാൻകൂവർ ടൊറൻറ്റോ ഒക്കെ ആണെന്ന് പറഞ്ഞാലും ദുബായ് എയർപോർട്ട് വെച്ച് ഞാൻ കമ്പയർ ചെയ്യുന്നത് ദുബായ് എയർപോർട്ട് ഇത്തിരി അഡ്വാൻസ്ഡ് ആണ്. അവിടെ ആദ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാൾ, ഇതേവരെ ചെന്നിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് അവിടെ ആ ഒരു എയർപോർട്ടിൽ ചെല്ലുന്ന ഒരാളാണെങ്കിൽ 100% കൺഫ്യൂസ് ആവും, ഗേറ്റ് മാറിപ്പോവും. ഇവിടെ അങ്ങനെയൊന്നും പറ്റത്തില്ല. എല്ലായിടത്തും സ്റ്റാഫും നിൽപ്പുണ്ട്, അവർ നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡും ചെയ്യും. സ്കൈ ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. ഇത് ടെർമിനൽ 3 സ്കൈ ട്രെയിൻ, നമുക്ക് പോകാനുള്ള ട്രെയിനാണ് ഗൈസ്. അങ്ങനെ സിംഗപ്പൂർ സ്കൈ ട്രെയിനിലും കയറി ഗൈസ്. ഗൈസ് അങ്ങനെ ഞാൻ എൻ്റെ ബാഗ് കൊണ്ട് ഇവിടെ ബാഗേജ് സ്റ്റോറേജിൽ കൊണ്ടുവച്ചു. ഇവിടെ ആക്ച്വലി ഇത് പെയ്ഡാണ്. ഇവിടെ നമുക്ക് $10 കൊടുക്കണം ബാഗേജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതവിടെ വെച്ച്, അല്ലെങ്കിൽ പിന്നെ ഞാനിതും ചുമന്നുകൊണ്ട് നടക്കണ്ടേ. ഇനിയിപ്പോൾ ഞാൻ വെളിയിൽ എവിടെയെങ്കിലും പോയി പോകുന്ന കാര്യമൊക്കെ നോക്കട്ടെ. ഇവിടുന്ന് മെട്രോ എടുക്കാം, ടാക്സി എടുക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്, എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചൊരു പയ്യനാണ്. പുള്ളിയോട് പറഞ്ഞ് ടാക്സി എടുക്കുന്നതായിരിക്കും നല്ലത്, ബിക്കോസ് പെട്ടെന്ന് ചെല്ലാം. പക്ഷേ ഇച്ചിരി കൂടെ അഫോർഡബിൾ ആകണമെങ്കിൽ മെട്രോ എടുത്താൽ മതി എന്നാണ്. മെട്രോ സ്കൈ ട്രെയിൻ. അപ്പോൾ ഏതായാലും നോക്കട്ടെ എങ്ങനെ അതിൻ്റെ പരിപാടികളെന്നൊക്കെ. അപ്പോൾ അത് വേറൊരു വ്ളോഗ് ഞാൻ കാണിക്കാം. ഇതിവിടെ കൊണ്ട് എൻഡ് ചെയ്യുവാണ് ഗൈസ്. എനിവേസ് കിഡിലൻ എയർപോർട്ട്, ട്രാൻസിറ്റ് ചെയ്യാൻ പറ്റിയ എയർപോർട്ട്, ഫ്രണ്ട്ലി സ്റ്റാഫ്, ഒരു രീതി നമ്മൾ ലോസ്റ്റ് ആകത്തില്ല ഇവിടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്, കീപ് സപ്പോർട്ടിങ്. ഇനിയിപ്പോൾ നാട്ടിലെ കിടിലൻ വ്ളോഗ്സ് ആയിരിക്കും ഗൈസ്. ഇനി ഇവിടുന്ന് നാട്ടിൽ ചെല്ലുന്നിടം വരെ, സിംഗപ്പൂരെല്ലാം എവിടെ ഞാൻ ഇറങ്ങുന്നതെന്ന് അറിയത്തില്ല. സിംഗപ്പൂർ എയർപോർട്ട് നാട്ടിൽ ചെല്ലുന്നിടം വരെ അത് അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.